ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കയറി കണ്ടിട്ടില്ലാത്തവർ കയറി കാണുക. അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ശ്രുതി പ്രഗ്നൻസി ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് ഡോക്ടറിനെ കണ്ടിട്ട് വീട്ടിലെത്തിയിരിക്കുകയാണ്. ചന്ദ്രയാണെങ്കിൽ ഭാമേനെ വിളിച്ചു വരുത്തി 2 കവർ മാങ്ങയൊക്കെ മേടിച്ച് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് കേട്ടോ. അതിനു മുമ്പ് തന്നെ നമ്മുടെ ചന്ദ്ര ഉറപ്പിച്ചു കഴിഞ്ഞു. ചന്ദ്ര അതിനു മുമ്പ് തന്നെ പറഞ്ഞു ഉറപ്പായിട്ടും ഗർഭിണിയാണ്, മുഖം കാണുമ്പോൾ എനിക്കറിയാന്നൊക്കെ രവീന്ദ്രനോട് പറഞ്ഞ് തട്ടി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ചന്ദ്ര ആദ്യം പ്രഗ്നന്റ് ആണോ എന്നൊന്നും ചോദിക്കുന്നില്ല. ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞില്ലേ, ഡോക്ടർ ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞില്ലേ മോളെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഏതായാലും നമ്മുടെ ശ്രുതിയുടെ മുഖത്ത് അത്ര തെളിച്ചൊന്നുമില്ല. പക്ഷെ ശ്രുതിയുടെ മുഖം വെട്ടിത്തിളങ്ങാണ്. കാരണം പ്രഗ്നന്റ് അല്ലല്ലോ. നമ്മുടെ ശ്രുതിക്ക് പ്രഗ്നന്റ് ആകുന്നതിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു. ശ്രുതിക്ക് ഇപ്പം ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ആ ഒരു താല്പര്യമൊക്കെയാണ്. അപ്പോഴേക്കാണെങ്കിൽ രവീന്ദ്രൻ പറഞ്ഞു, നീയൊന്നും മിണ്ടാതിരിക്കുക ചന്ദ്രേ, നീ വിട്, ആ പെങ്കൊച്ചു പറയട്ടെ പ്രഗ്നന്റ് ആണോ ഇല്ലയോ എന്ന് അവള് ഒന്ന് കൺഫേം ആക്കട്ടെ, പറയട്ടെ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി പറഞ്ഞത്, അത് പിന്നെ ആന്റി, സോറി ആന്റി, ഞാനേ പ്രഗ്നന്റ് അല്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ഇത് കേട്ടതും എന്റെ പൊന്നോ, നമ്മുടെ ചന്ദ്രയുടെ സകല കൺട്രോളും പോയില്ലേ. എന്താ നീ പറഞ്ഞത്? നീ പ്രഗ്നന്റ് അല്ലെന്ന് ഡോക്ടർ പറഞ്ഞോ? അതെ, ഡോക്ടർക്ക് തെറ്റിപ്പോയതായിരിക്കും. അല്ല ആന്റി, ഡോക്ടർ പറഞ്ഞു ഞാൻ പ്രഗ്നന്റ് അല്ല എന്ന്. അത് ഇന്നലെ തലേദിവസം കഴിച്ച എന്തോ ഫുഡ് പോയിസൺ എങ്ങാണ്ടാണ് സംഭവിച്ചത്. അല്ലാതെ ഞാൻ പ്രഗ്നന്റ് ഒന്നും അല്ല. അതാ ഈ ഛർദിയൊക്കെ ഉണ്ടായത്. അപ്പോഴത്തേക്ക് ശ്രുതി, അതേമേ ശരിയമ്മേ ശ്രുതി പറയുന്നത്, അവൾ ഇന്നലെ രാത്രി കഴിച്ച ഫുഡ് എങ്ങാണ്ട് പിടിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അവൾ വൊമിറ്റ് ചെയ്തത് എന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷത്തോടുകൂടി. അപ്പൊ സച്ചി പറഞ്ഞു, ഓ ഓ ഓ ഓ അപ്പം ശ്രുതി നിനക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. ആഹാ, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ ഭാര്യ പ്രഗ്നന്റ് ആകുന്നതിൽ സാധാരണ ഒരച്ഛനാകാൻ പോകുമ്പോൾ സന്തോഷിക്കേണ്ടതൊക്കെയാണ്. പക്ഷെ നിനക്കിതിപ്പം പ്രഗ്നന്റ് അല്ലെന്ന് പറഞ്ഞപ്പോഴാണല്ലോ സന്തോഷം. അത് പിന്നെ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ചന്ദ്ര പറഞ്ഞു, അപ്പം വെറുതെ ആയല്ലേ എല്ലാം, എന്റെ പ്രതീക്ഷയെല്ലാം തെറ്റിയല്ലേ. എന്റെ ഭഗവതി, ഞാൻ എത്ര നേർച്ച നേർന്നതാ, എന്തുമാത്രം ഞാൻ പ്രാർത്ഥിച്ചതാ. ദേ ഇവള് പോയപ്പോ മുതല് ഞാൻ പൂജാമുറി കയറി തപസ്സിരിക്കുകയായിരുന്നു. എന്നിട്ടും അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി പറഞ്ഞത്, അതേ ദേ പൗഡർ എടുത്ത് പ്രഗ്നന്റ് ആകണമെങ്കിലേ എന്റെ അമ്മ തപസ്സിരുന്നാ പോരാ. ഞാൻ പറയുന്നില്ല എന്നും പറഞ്ഞൊരാക്കല് നമ്മുടെ സുധിയാണെങ്കിലും ചമ്മി നാറി വിളറി വെളുത്ത് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, സാരമില്ല പോട്ടെ, പ്രഗ്നന്റ് അല്ലെങ്കിൽ പ്രഗ്നന്റ് അല്ല, അതിപ്പം വലിയ പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പ്രഗ്നന്റ് അല്ലെന്ന് ഓർത്തിപ്പോ എന്താ ഇത്ര പ്രശ്നം ഇരിക്കുന്നത്? ഇപ്പം പ്രഗ്നന്റ് ആയില്ലെങ്കിൽ പിന്നെ എപ്പോഴേലും പ്രഗ്നന്റ് ആയിക്കോളും എന്നിങ്ങനെ പറഞ്ഞപ്പോ ഭാമയും പറഞ്ഞു, എങ്കിലും എന്റെ പൊന്നു ചന്ദ്രേ, നീ അച്ചമ്മയാകും, അതാകും ഇതാകും എന്നൊക്കെ പറഞ്ഞ് പ്രതീക്ഷിച്ചിരുന്നിട്ട് ഞാൻ കൊണ്ടുവന്ന 2 കവർ നിറച്ചു കൊണ്ടുവന്ന മാങ്ങ, അതോ ഞാൻ ആ വീടിന്റെ അടുത്തുള്ള പയ്യനെ അത്രയ്ക്കും മണ്ടയ്ക്ക് കയറ്റി പറപ്പിച്ച മാങ്ങ, അത് വേസ്റ്റ് ആയി പോവൂലോ. അപ്പൊ നമ്മുടെ സച്ചി, അത് വേസ്റ്റ് ഒന്നും ആയി പോവൂല, ഭാമ ആന്റി പേടിക്കണ്ട, അതെ ഞാൻ രേവതിക്ക് കൊടുത്തോളാം. അപ്പൊ രേവതി പ്രഗ്നന്റ് ആണോ? രേവതി കൺഗ്രാചുലേഷൻസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, അയ്യോ ഞാൻ പ്രഗ്നന്റ് ഒന്നും അല്ല ആന്റി എന്നിങ്ങനെ പറഞ്ഞപ്പം, ഞാൻ പ്രഗ്നന്റ് ആയതുകൊണ്ടല്ല ഭാമ ആന്റി പറഞ്ഞത്, രേവതി നല്ല അടിപൊളി അച്ചാറിടും, നല്ല ടേസ്റ്റുള്ള, നല്ല എരിവുള്ള, നല്ല നല്ലെണ്ണയൊക്കെ ഇട്ട് നല്ല അടിപൊളി അച്ചാറുണ്ടാക്കും. വേണമെങ്കിലേ ഒരു ടിന്ന് അച്ചാറ് ഭാമയാന്റിക്കും തന്നുവിടാം. രേവതി, ആ മാങ്ങയല്ല, ഒരു കാര്യം ചെയ്തോ, നീ അടിപൊളിയായിട്ട് അച്ചാറുണ്ടാക്ക, ഏതായാലും വേസ്റ്റാക്കി കളയണ്ടല്ലോ. പിന്നെ ഈ രാത്രി അച്ചാറിന്റെ കൂടെ കഞ്ഞി, നല്ല കോമ്പിനേഷൻ അല്ലേ. എന്തൊക്കെ പ്രതീക്ഷിച്ചതായിരുന്നു. ഈ വീട്ടിലൊരു കുഞ്ഞിക്കാല്, കാറിച്ച, കൊലുസിന്റെ ഒച്ച, ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഇപ്പൊ എന്തേ തടി പോലെ നിൽക്കുന്ന കണ്ടില്ലേ എന്റെ അമ്മ. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് ഒന്നും പറയാനില്ല കേട്ടോ. അപ്പൊ നമ്മുടെ രേവതി മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, അത് പിന്നെ ശ്രുതി സാരമില്ല പോട്ടെ, ഇതൊക്കെ ദൈവം തരുന്നതല്ലേ, അത് ദൈവം വിചാരിക്കണം എപ്പ തരണം എപ്പ തരണ്ട എന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട, ഉടനെ തന്നെ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകും, ഞാനും പ്രാർത്ഥിക്കാന്ന് പറയുമ്പോ ചന്ദ്ര പറഞ്ഞു, അയ്യോ പിന്നെ ഇനിയിപ്പൊ നീ പ്രാർത്ഥിച്ചിട്ട് വേണ്ടേ എന്റെ സുതിമോന് കുഞ്ഞുണ്ടാകാനായിട്ടോ. അവളുടെ മനസ്സിപ്പോ സന്തോഷിക്കുക. എന്നിട്ട് അവളിപ്പം വന്ന് അഭിനയിക്കുന്നു, അയ്യോ ശ്രുതി കുഴപ്പമില്ല, നിനക്ക് എപ്പോഴേലും കുഞ്ഞുണ്ടാവുന്ന, ഒന്ന് പോടി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ
സച്ചി പറഞ്ഞു, അതെ, അമ്മയ്ക്ക് മാത്രമല്ല സന്തോഷം, ഈ കുടുംബത്തില് ഒരു കുഞ്ഞിക്കാലുണ്ടാകുമ്പോൾ, അതായത് ഈ കുടുംബത്തിൽ ഒരു പേരക്കുട്ടി ഉണ്ടാകുമ്പോൾ ഈ വീട്ടിലുള്ള എല്ലാവർക്കും സന്തോഷം ഉണ്ടാകും. അതുപോലെ തന്നെ രേവതിയുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയത്തില്ല. സ്വഭാവം അറിയാഞ്ഞിട്ടും ചിലപ്പോൾ അറിയാതെ നടിക്കുന്നതായിരിക്കും. അതെ രേവതി, നീ ഇതിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല. നീ പോകുന്നതായിരിക്കും നല്ലത്. എന്തിനാ ഇവരുടെ വായിലിരിക്കുന്ന വെറുതെ കേൾക്കുന്നത്? ഇവര് നല്ലത് ചെയ്താലും കുറ്റം പറയും, ഇവർക്ക് നല്ലത് ചെയ്തില്ലെങ്കിലും കുറ്റം പറയും. പിന്നെ എന്തിനാ നല്ലത് ചെയ്യാനും നല്ലത് പ്രാർത്ഥിക്കാനും പോകുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ രേവതിനെ അങ്ങ് മാറ്റി വിട്ടു. എന്നിട്ട് പറഞ്ഞു, രേവതി, ഒരു കാര്യം ചെയ്യണം കേട്ടോ, നീയെ ആ 2 മാങ്ങയും എടുത്തേ. ഏതായാലും എന്നെ ഒരു ഓട്ടം വിളിച്ചു ഇപ്പം. അപ്പൊ നമ്മുടെ സച്ചിക്ക് ഒരു ഫോൺ കോൾ വന്നായിരുന്നു. അപ്പൊ എന്നെ ഒരു ഓട്ടം വിളിച്ചു ഇപ്പം. അപ്പൊ പിന്നെ ഞാന് 2 മാങ്ങ തിന്നോണ്ടങ്ങ് പോകാം. ഏതായാലും മാങ്ങ വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ. ആ 2 അങ്ങ് എടുത്തോ. പുളിയുള്ള മാങ്ങയാണോ എന്നിങ്ങനെ വെച്ചപ്പോഴത്തേക്കും, പുളിയും നല്ല മധുരവും കൂടെ കൂടിയ മാങ്ങയാ മോനെ എന്നിങ്ങനെ നമ്മുടെ സച്ചിയോട് ഭാമ പറഞ്ഞപ്പം അത് കലക്കി. എങ്കിൽ പിന്നെ 2 മാങ്ങ ഇങ്ങെടുക്ക് രേവതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി 2 മാങ്ങയൊക്കെ കടിച്ച് പറിച്ചങ്ങ് പോവുകയാണ്. ഏതായാലും നമ്മുടെ സച്ചിയും സത്യം പറഞ്ഞ മനസ്സും കൊണ്ട് ആഗ്രഹിച്ചായിരുന്നു ഒരു കുഞ്ഞിക്കാലം ഉണ്ടാകാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിലെല്ലാവരും സന്തോഷിക്കുമല്ലോ. അപ്പം അങ്ങനെ മനസ്സും കൊണ്ട് ആഗ്രഹിച്ചായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമ്മുടെ ശ്രുതിക്ക് കൊച്ചൊന്നും ഉണ്ടായില്ല. ഇനിയിപ്പൊ ശ്രുതിക്ക് കൊച്ച ഉടനെ ഒന്നും ഉണ്ടാകാനും പോകുന്നില്ല, അത് വേറെ കാര്യം. ഏതായാലും ഈ സമയത്താണ് നമ്മുടെ ചന്ദ്ര സങ്കടപ്പെട്ട് നേരെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പം ഭാമയും പുറകെ ചെന്നു. ചന്ദ്ര പറഞ്ഞു, എന്ത് ചെയ്യാനാ, ഞാനൊരു കുഞ്ഞിക്കാലം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതാ. നിനക്കറിയാമോ, സുതിമോൻ ഒരു കുഞ്ഞിക്കാലം ഉണ്ടായി കഴിഞ്ഞാലേ സ്വത്ത് മുഴുവൻ സുതിമോന്റെ പേരിൽ എഴുതി വെക്കും. ആ തള്ള, ആ കിളവി തള്ള, രവിയേട്ടന്റെ തള്ള, ആ തള്ള സ്വത്ത് എഴുതി വെക്കുന്ന ഇനി ആർക്കാ? ദൈവമേ, ഇങ്ങനെ പോകുകയാണെങ്കിൽ രേവതിയും സച്ചിന്ന് വീണതൊക്കെ കണ്ടില്ലേ? മാങ്ങയെ ചവിട്ടി അവള് വീണതും പിടിക്കാൻ നോക്കിയിരിക്കല്ലായിരുന്നോ? മിക്കവാറും അവര് കൊണ്ടുപോകും ആ സ്വത്തൊക്കെ. എടി ചന്ദ്രേ, ഭാമ പറയുന്ന കേട്ടോ, എടി ചന്ദ്രേ, നിനക്ക് എന്താടി, ഇനിയിപ്പൊ രേവതിക്കും സച്ചിക്കും കൊച്ചുണ്ടായാലും നീ അച്ചമ്മയാവൂലേ? പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? പേടിക്കേണ്ട കാര്യമുണ്ടോ? നിനക്ക് അച്ചമ്മയായാ പോരെ? അവക്ക് കൊച്ചേ ഉണ്ടാകരുത്. അവനും അവക്കും കൊച്ചുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ശരിയാവില്ലത്. അയ്യോ, സ്വത്ത് മുഴുവനും അവക്കും അവന്റെ പേരിൽ എഴുതി വെക്കും. ഒന്നാമത് ആ തള്ളയ്ക്ക് അവനോടാ കൂറ് കൂടുതൽ. എന്റെ ഭഗവാനെ, അവർക്ക് ഒരിക്കലും കൊച്ചുണ്ടാകല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രാഗാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര. നമുക്ക് ചന്ദ്രയുടെ ഈ ഒരു സ്വഭാവം കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ചൊറിഞ്ഞു കയറും. അതുപോലത്തെ സ്വഭാവമാണ്. ഇപ്പം ഭാമ പറഞ്ഞു, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിന്റെ മരുമകളെയും മകനെയും കണ്ടില്ലല്ലോ, അവരവിടെ തന്നെയാണോ? അത് പിന്നെ എന്ത് ചെയ്യാനാ? ഈ സച്ചിനെ രേവതിനെ കൊണ്ട് നിവർത്തിയില്ലല്ലോ, അവരവിടെ തന്നെയാ. എന്ത് ചെയ്യാനാ? എന്റെ മോൻ ഇതുവരെ വന്നില്ലടി, അവന് അവിടെയാ. എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ, ഇനിയിപ്പം അവനെ വിളിച്ചിട്ട് കാര്യമില്ല. നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ മരുമകളെ വിളിച്ച് സോപ്പിടണം. ആരെ? ശ്രുതി അല്ല വർഷേനയോ? എടി, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവൻ ഒരു ദിവസം നിന്നു, 2 ദിവസം നിന്നു, 3 ദിവസം നിന്നു. 4ാമത്തെ ദിവസം അമ്മായിയമ്മയുടെയും അമ്മായിയപ്പന്റെയും ആ ഒരു ഇതങ്ങ് അവന് പിടിച്ചു പോകും. ആ വീട്ടിലെ സൗകര്യങ്ങളൊക്കെ പിടിച്ചു പോകും. AC മുറിയിലാണല്ലോ കിടക്കുന്നത്. അതൊക്കെ അങ്ങ് പിടിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ എന്റെ അവസ്ഥയാകും നിനക്ക്. പിന്നെ ശ്രീകാന്തും പോകും, സുധിയും പോകും, പിന്നെ സച്ചിയുടെ കാര്യം നീ പറയണ്ടല്ലോ. പിന്നെ നീയെ എന്നെ പോലെ എന്റെ വീട്ടിലേക്ക് കയറി വരേണ്ട വരും, ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാന്. ആ ഒരവസ്ഥ നിനക്ക് വരണ്ടെങ്കിലേ കാല് പിടിക്കേണ്ടടുത്ത് കാല് പിടിച്ചേ പറ്റൂ. നീ ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ മരുമകളെ വിളിക്ക്. അവളെ വിളിച്ചാൽ എന്താ പ്രശ്നം? അല്ലെങ്കിലും കഴുത്തും കൈയും നിറയെ എന്ത് സ്വർണ്ണമായിരുന്നടി അവളുടെ. അത് ഈ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടതല്ലായിരുന്നോ? ഇനി കിട്ടോ ഇല്ലെന്ന് ദൈവത്തിനറിയാം. സ്വർണ്ണമൊക്കെ കിട്ടിയാ കിട്ടി, പോയാ പോയി, അത് മാത്രമേ ഉള്ളൂ. പിന്നെ സ്വർണ്ണമൊക്കെ അവരിങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും. നോക്കിക്കോ, ഞാന് ആ സ്വർണം അവളെ കൊണ്ട് ഇവിടെ കൊണ്ടുവരിപ്പിക്കും. ആ സ്വർണത്തിലായിരുന്നടി ഭാമേ എന്റെ കണ്ണു മുഴുവനും. എന്ത് തരം വെറൈറ്റി മാലകളായിരുന്നു. ഒരു മാലയൊക്കെ ഒരു 10-15 പവനുണ്ട്. അവൾക്ക് കഴുത്ത് പോലും നേരെ നിർത്തത്തില്ലായിരുന്നു. അതുപോലെ അല്ലായിരുന്നോ സ്വർണത്തിന്റെ കനം? ആ മാലയും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോ ഇങ്ങനെ കുഞ്ചി പിടിച്ചാ നടന്നത്. ഏതായാലും ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ, അവളെ വിളിച്ചിട്ട് കാര്യമായിട്ടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ് നേരെ നമ്മുടെ വർഷനെ വിളിക്കാൻ തുടങ്ങും. അപ്പൊ ഈ സമയം നമ്മുടെ വർഷനെ കാണിക്കുന്ന വർഷ ഡബിങ് സ്റ്റുഡിയോയിലേക്ക് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പൊ വർഷയുടെ അച്ഛൻ അവിടെ ഉണ്ട്. അപ്പൊ വർഷയുടെ അച്ഛനാണെങ്കിൽ, അച്ഛനും ഉണ്ട്, അമ്മയുണ്ട് കേട്ടോ. അപ്പൊ ഇവളുടെ എന്തോ വർഷയുടെ എന്തോ കാണുന്നില്ല. അപ്പൊ വർഷ ഇങ്ങനെ തപ്പി നടക്കുക. അപ്പം അമ്മേ എന്റെ അത് കണ്ടോന്ന് ചോദിച്ചു. എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അപ്പൊ അത് കണ്ടോന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഇല്ല മോളെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുറെ നേരം ഇങ്ങനെ തപ്പിക്കഴിഞ്ഞപ്പോഴത്തേക്കും വർഷയുടെ അച്ഛൻ പറഞ്ഞു, അത് ആ ടേബിളിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഞാൻ ഇരിക്കുന്ന കണ്ടായിരുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അത് കണ്ടിട്ടാണോ മധുവേട്ടൻ ഇത്രയും നേരം ഈ കൊച്ചി ഇവിടെ തപ്പിക്കൊണ്ട് നടന്നിട്ട് പറയാതിരുന്നത്? അതൊന്നും കണ്ടുപിടിച്ചു കൊടുക്കാനേ എനിക്ക് പറ്റത്തില്ല. തന്നെ പോകുന്നതൊക്കെ തന്നെ കണ്ടുപിടിക്കട്ടെ, തന്റെ ജീവിതം തെരഞ്ഞെടുത്തതല്ലേ, അവർക്കൊക്കെ തന്നെ കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടല്ലോ എന്നിങ്ങനെ കുത്തി പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു, ഓഹോ, അച്ഛൻ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. അച്ഛനിപ്പം പറഞ്ഞത് ഞാൻ തന്നെ വിവാഹ ജീവിതം തെരഞ്ഞെടുത്തു
അത് കുത്തി കുത്തി പറയുന്നതല്ലേ. എന്തിനാ അച്ഛൻ എന്തിനാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കുത്തി കുത്തി വേദനിപ്പിക്കുന്നത്? പിന്നെ അച്ഛൻ എന്ത് പറഞ്ഞെന്ന് ഓർത്തോണ്ട് എനിക്ക് വേദനിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ. ഈ വർഷം എന്നും വർഷം തന്നെയാ. അച്ഛൻ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എനിക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പോഴത്തേക്കാണ് ഫോൺ റിങ് ചെയ്തത്. ഫോൺ അപ്പം പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും ഇത് ശ്രീകാന്തിന്റെ അമ്മയാണല്ലോ. അപ്പൊ നമ്മുടെ മഹിമ പറഞ്ഞു, എങ്കിൽ പിന്നെ നീ ഫോൺ എടുക്കണ്ട. ഫോൺ എടുക്കാതിരുന്ന എന്റെ പൊന്നമ്മ ഏത് നേരവും വിളിച്ചോണ്ടിരിക്കും. എനിക്കിപ്പം ഡബ് ചെയ്യാൻ പോകാനുള്ളതല്ലേ. ഈ ഫോൺ എടുക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലേ ഇനിയിപ്പം വിളിച്ചോണ്ടിരിക്കുകയല്ലേ. ഞാൻ എടുക്കുക എന്ന് പറഞ്ഞ് ഫോൺ എടുത്തു. അതെ, എന്താ ആന്റി ഇങ്ങോട്ടേക്ക് വിളിച്ചത്? അയ്യോ മോളെ, എനിക്ക് മോളെ കാണാൻ കൊതിയാവുക. മോളെന്താ ഇങ്ങോട്ടേക്ക് വരാത്തത്? എന്നെ കാണാൻ കൊതിയാവുകയാണോ? എങ്കിൽ പിന്നെ ആന്റി വെയിറ്റ് ചെയ്യേ എന്ന് പറഞ്ഞ് ഫോൺ എടുത്തിട്ട് നേരെ വാട്സപ്പിൽ പോയിട്ട് ഒരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അതെ ഞാൻ ആന്റിയുടെ വാട്സപ്പിലേക്ക് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ആ ഫോട്ടോയെ എന്റെയും ശ്രീകാന്തിന്റെയാ. ഞങ്ങളെ കാണാൻ കൊതിയുണ്ടെങ്കിലേ ആ ഫോട്ടോ കണ്ടാൽ മതി. അയ്യോ മോളെന്താ തമാശ പറയാണോ? ഈ ആന്റി സത്യമായിട്ട് പറഞ്ഞതാ. മോള് പോയപ്പോ മുതലേ ഈ വീടങ്ങ് ഉറങ്ങി തൂങ്ങി കിടക്കുക. മോളില്ലാത്ത ഈ വീടിനകത്ത് നിൽക്കാൻ തന്നെ എനിക്ക് പറ്റുന്നില്ല. എങ്കിൽ പിന്നെ ആന്റി ഒരു കാര്യം ചെയ്യേ, അവിടെ ടേബിൾ ഉണ്ടല്ലോ, അല്ലെ അവിടെ സെറ്റി ഉണ്ടല്ലോ, അതിലങ്ങനെ പോയി ഇരുന്നോ. മോൾ എന്തിനാ മോളെ ഇങ്ങനെ തമാശിക്കുന്നത്? പിന്നെ ഞാൻ എന്താ ആന്റി ചെയ്യേണ്ടത്? ആന്റിയുടെ മകൻ എന്റെ അച്ഛനെ എന്താ ചെയ്തതെന്ന് ആന്റി കണ്ടതല്ലേ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തല്ലിയില്ലേ, അപമാനിച്ചില്ലേ? അയാളുള്ള വീട്ടിലേക്ക് ഞാൻ വരണമെന്നാണോ ആന്റി ഈ പറയുന്നത്? അയ്യോ മോളിങ്ങോട്ടേക്ക് വരണം. പക്ഷേ സച്ചിനെ ഒതുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എങ്ങനെ ഒതുക്കുന്ന ആന്റി പറയുന്നത്? ആന്റി അവിടെ ഒതുക്കുന്നതും ഒതുക്കാത്തതൊക്കെ ഞാൻ കാണുന്നതാ. അങ്ങേരുടെ നാക്കിന് മുമ്പിലെ ആന്റിക്ക് പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല. മാത്രല്ല ഞാനിപ്പം തൽക്കാലം അങ്ങോട്ടേക്ക് വരുന്നില്ല. എനിക്ക് അത്രയ്ക്ക് വേദനിച്ചു. ആന്റി ഒന്ന് ഓർത്തെ, ആന്റിയുടെ കെട്ടിയോനെ ഞാനിപ്പോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആന്റി സഹിക്കുവോ? അച്ഛനെ എന്തെങ്കിലും ചെയ്താൽ ആന്റി സഹിക്കുവോ? ആന്റിയുടെ മക്കൾ സഹിക്കുവോ? ശ്രീകാന്ത് സഹിക്കുവോ? അതുപോലെ തന്നെയാ ഞാനും. എന്റെ അച്ഛനെ അതുപോലെ അപമാനിച്ചില്ലേ. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ മധുസൂദനും മഹിമയ്ക്കും ഭയങ്കര സന്തോഷാട്ടോ, നമ്മുടെ വർഷ ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, എങ്കിൽ പിന്നെ മോളെ ഞാൻ അവന് വേണ്ടി നിന്റെ കാല് പിടിക്കാം. മോളോട് ഞാൻ മാപ്പ് ചോദിക്കാം, കാല് വന്ന് പിടിക്കാം. വേണമെങ്കിൽ നിന്റെ അച്ഛനെയും അമ്മയുടെ ഒക്കെ കാല് പിടിക്കാം. ആന്റി എന്താ ഈ പറയുന്നത്? അല്ല എനിക്ക് ദാഹിക്കാം ഇപ്പം. ഞാൻ വെള്ളം കുടിക്കാതെ അതിനു പകരം ആന്റി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്റെ ദാഹം മാറുവോ? അയ്യോ മോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാല് ഞാൻ എന്ത് ചെയ്യാന്? എനിക്ക് ഏതായാലും മോളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. മോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതല് ഈ വീടിന്റെ ഐശ്വര്യം പാടെ പോയി. മോളിങ്ങോട്ട് വാ മോളെ. ഞാൻ വിളിച്ചിട്ടാണ് ശ്രീകാന്ത് തൊട്ട് ഫോൺ എടുക്കുന്നുമില്ല. എനിക്ക് നിങ്ങളെ ഒന്നും കാണാതിരിക്കാൻ പറ്റില്ല. അറിയാലോ അച്ഛനൊന്നാത് വയ്യാത്തതാ. നിങ്ങൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അച്ഛനും ഭയങ്കര സങ്കടമാ. അച്ഛനും സങ്കടം കാണും, അമ്മയ്ക്കും സങ്കടം കാണും. ഈ സങ്കടം തന്നെ എനിക്കും ഉണ്ട്, എന്റെ അച്ഛനെ അപമാനിച്ച സങ്കടം. അതെ ആന്റി ഇപ്പൊ ഒരു കാര്യം ചെയ്യേ, ഫോൺ വെച്ചേ. ഇപ്പൊ തൽക്കാലം ഞാനൊരു ഫോട്ടോ അയച്ചു തന്നല്ലോ, ആ ഫോട്ടോ കണ്ടിട്ട് ആശ്വസിച്ചിരിക്കെ. എനിക്ക് ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ പോകണം, സമയമില്ല എന്നും പറഞ്ഞ് ഫോൺ ഒന്ന് കട്ട് ചെയ്തു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ മഹിമയ്ക്ക് സന്തോഷമായി. മഹിമ നമ്മുടെ മധുസൂദനെ നോക്കുകയാണ് കേട്ടോ. മധുസൂദനാണെങ്കിൽ കലക്കി എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കുകയാണ്. ഇവരുടെ പ്ലാനുകളെല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അപ്പൊ ഫോൺ വെച്ച ഉടനെ നമ്മുടെ ചന്ദ്ര അവിടെ ഇരിക്കുകയാണല്ലോ. അപ്പൊ ഭാമ പറഞ്ഞു, എന്താ പറഞ്ഞത്? അവളിങ്ങോട്ടേക്ക് വരുവോ? അവളിങ്ങോട്ടേക്ക് വരാൻ പെട്ടിയൊക്കെ എടുത്തോണ്ടിരിക്കുക. ആണോ? പെട്ടിയൊക്കെ റെഡിയാക്കിയോ? എന്റെ പൊന്നു ഭാമേ, ആ പെണ്ണിന് എന്ത് സൂക്കേടാന്ന് എനിക്കറിയില്ല. ഞാൻ ഒന്നെങ്കിലും അവളുടെ അമ്മായിയമ്മയല്ലേ, ആ രീതിയിൽ അവൾ എന്നോട് സംസാരിക്കണ്ടേ? അവൾ പക്ഷെ എന്നോട് സംസാരിക്കുന്നത് ഏതാണ്ട് തരം താഴ്ന്ന രീതിയിലാ. സത്യത്തിൽ അവൾക്ക് വട്ടാണോ അതോ അഹങ്കാരമാണോ? അഭിനയിക്കുന്നതാണോ? ഇതെന്ത് സ്വഭാവമായത്? ഇങ്ങനെയുണ്ടോ പെൺപിള്ളാര്? ഈ പെണ്ണിനെ ഇങ്ങനെയാണ് ഇവളുടെ അമ്മയപ്പനും വളർത്തി വെച്ചിരിക്കുന്നത്. പണത്തിന്റെ ഗുങ്ക്, അല്ലാതെ എന്താ പറയാ? പ്രായത്തിന് മുതിർന്ന ഒരാളല്ലേ ഞാൻ, അമ്മായിയമ്മയല്ല പോട്ടെ. പ്രായത്തിന് മുതിർന്ന ഒരാളോട് പറയേണ്ട കാര്യമാണോ അവള് പറയുന്നത്? അല്ല നിന്റെ മരുമകൾ എന്ത് പറഞ്ഞെന്നാ നീ പറയുന്നത്? അവള് പറയാണേ അവള് പറയാണേ ഇവിടെ വന്ന് രവിയേട്ടനെ തല്ലിയാല് ഞാൻ സഹിക്കുമെന്ന്, അതുപോലെ എന്റെ മക്കള് സഹിക്കുമെന്ന്, അതുപോലെ തന്നെ ഫോട്ടോ കാണാൻ അത്രയ്ക്ക് കൊതിയാണെങ്കിൽ ഫോട്ടോ അയച്ചു തരാന്ന്. തർക്കുത്തരവല്ലാതെ അതിന്റെ വായിന്നൊന്നും വീഴുന്നില്ല. എന്താ ഭാമയെ ഞാൻ ചെയ്യേണ്ടത്? എനിക്കൊന്നും അറിയില്ല. ഇനിയിപ്പോ എല്ലാം കൈവിട്ടു പോകുന്ന എനിക്ക് തോന്നുന്നത്. അതെ നീ ഒരു കാര്യം ചെയ്യേ, നീ അവരുടെ വീട്ടിലേക്ക് ചെന്ന് കയ്യും കാലും പിടിക്കുക. അല്ലാതെ യാതൊരു രക്ഷയില്ല ഇതില്. നീ കയ്യും കാലും പിടിക്കാതെ ആ പെങ്കൊച്ച് ഇങ്ങോട്ട് വരുന്നു തോന്നുന്നില്ല. ഇനി ഫോൺ ഒന്നും വിളിച്ചിട്ട് കാര്യമില്ല, നീ നേരെ അങ്ങോട്ടേക്ക് പോകാൻ നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പൊ അടുത്ത വിശേഷവുമായിട്ട് വരാം. ഇനിയിപ്പോ നയനയുടെയും ആദർശിന്റെയും നാളത്തെ പ്രമോ വിശേഷം നമ്മൾ ഇന്ന് രാത്രി വൈകിട്ട് കറണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ നമ്മൾ ഇടാട്ടോ. പിന്നെ രാവിലത്തെ വിശേഷം, ഇന്നത്തെ ഫുൾ വിശേഷം നമ്മൾ രാവിലെ പോസ്റ്റും ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.